അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷംസുലുലമ അറബിക് കോളേജ് തോടാർ അതിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ദുറാസുർ റബീഇൻ്റെ ഭാഗമായി ഒരു ആശംസാ പ്രസംഗം നടത്തുക എന്നുള്ള നിലക്കാണ് ഇവിടെ ഞാൻ ആഗതനായത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബിനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുകയും അവിടുത്തെ സ്നേഹം കൈവരിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തിമാറാവട്ടെ. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമാണ് ഈ ലോകം തന്നെ പഠിച്ചത്. സർവചരാചരങ്ങളും ആകാശവും ഭൂമിയും മലയും കടലും എല്ലാം അടങ്ങുന്നതായ ഈ ലോകം തന്നെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമായി കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. എല്ലാറ്റിനേക്കാൾ മുമ്പേ തന്നെ റസൂലിൻ്റെ നൂറാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ശുദ്ധ ഖുർആൻ നമ്മോട് വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന നൂറ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് തഫ്സീറിൻ്റെ കിതാബുകളിലെല്ലാം കാണാം. ആ നൂറ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്. ലൗലാക്ക ലമ്മാ ഹലഖത്തുൽ അഫ്ലാക്ക്. തങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കുകയില്ലായിരുന്നു എന്നും ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ലോകത്തെ തന്നെ സൃഷ്ടിക്കുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ നൂറാണ്. ആ നൂറിനാലാണ് സർവ്വ ചരാചരങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ നബിതങ്ങൾ ഈ ലോകത്തേക്ക് റസൂലായി വരുന്നതിൻ്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് സർവ്വ അമ്പിയാക്കന്മാരും നബിതങ്ങളുടേതാകുന്ന വരവിനെ അവിടുത്തേതായ സമുദായത്തിന് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തന്നെയാണ് വന്നത്. അഹ്മദ് വരുന്നുണ്ട്, മുഹമ്മദ് വരുന്നുണ്ട് എന്നെല്ലാം ഉള്ളതാകുന്ന തൗറാത്തിലും ഇഞ്ചീലിലും നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് വന്നത്. ഒരു ചെറിയ സംഭവം, മഹാനാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയി. ആ ഹിജ്റ പോകുന്ന സമയത്ത് അവിടെ താമസിക്കുവാനുള്ളാകുന്ന വീട് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുബ്ബഇ രാജാവ്, യമനിലെ തുബ്ബഇ രാജാവ് നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ താക്കോൽ അവിടെ ഏൽപ്പിച്ചുകൊണ്ടാണ് തുബ്ബഇ രാജാവ് പോയത്. വളരെ സുദീർഘമായ ചരിത്രമാണ്. തുബ്ബഇ രാജാവ് യമനിലെ രാജാക്കന്മാരുടെ പേരാണ്. ഫിർഔൻ എന്നുള്ളത് മിസ്റിലെ രാജാക്കന്മാർക്ക് പറയുന്നത് പോലെ തുബ്ബഇ രാജാവ് എന്ന് യമനിലെ രാജാവ്. ആ തുബ്ബഇ ഒന്നാമൻ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യങ്ങളെയെല്ലാം തന്നെ ഒന്നടങ്കം ഭരിച്ചതാകുന്ന രാജാക്കന്മാരിൽ പെട്ടതാകുന്ന രാജാവായിരുന്നു. മക്കയിൽ വന്നപ്പോൾ അവിടെ കഅബാലയത്തിൻ്റെ ആൾക്കാരും തന്നെ തുബ്ബഇനെ സ്വീകരിച്ചില്ല, അനാദരിച്ചു. അപ്പോൾ അവിടുത്തെ മന്ത്രിയെ വിട്ടുകൊണ്ട് അന്വേഷിച്ചു, എന്താണ് ഈ നാട്ടുകാർ ഇങ്ങനെ അപമാനിക്കാനുള്ള കാരണം. അവിടുത്തെ 4000 പണ്ഡിതന്മാരോട് കൂടെയാണ് ആ തുബ്ബഇ കഅബാലയത്തിൽ ചെന്നത്. അപ്പോൾ മന്ത്രി അമാരീഷിനോട് ആ കാര്യം അന്വേഷിക്കുവാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ അന്വേഷിച്ചു. അദ്ദേഹം അന്വേഷിച്ച് തിരിച്ചു വന്നുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, അയ്യുഹൽ മലിക് ഇന്നഹും ഖൗമുൻ അറബിയ്യൂന ജാഹിലിയ്യൂന ലാ യഅരിഫൂന ശൈഅ ഇന്ന ലഹും ബൈത്തൻ. കഅബാലയത്തിന്റെ ഉടമകളാകുന്ന ഒരു വിഭാഗമാണ്, അവർക്ക് വിവരമില്ലാത്തതിൻ്റെ പേരിൽ പറഞ്ഞു പോയതാണ്, അവർക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രാജാവിനെ സമാധാനിപ്പിച്ചുവെങ്കിലും രാജാവ് ഒരു തീരുമാനമെടുത്തു. ഈ കഅബത്തിന്റെ പേരിലാണല്ലോ ഇവർ അഹങ്കരിക്കുന്നത്, അതുകൊണ്ട് ഈ കഅബ ഞാൻ പൊളിച്ചു കളയുമെന്നും പറഞ്ഞിട്ടില്ല എങ്കിലും മനസ്സിൽ അദ്ദേഹം കരുതി. അത് മുതൽക്ക് തന്നെ ആ കരുത്തോടു കൂടി തന്നെ
തുബൈ രാജാവിന് വലിയ ഭീമമാകുന്ന തലവേദന ഏർപ്പെടുകയും ആ തലവേദന വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ശരീരമാകസകലം തളരുകയും മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നുമെല്ലാം തന്നെ ദുർഗന്ധം വമിക്കുകയും ചെയ്തപ്പോൾ ഡോക്ടർമാരെയെല്ലാം തന്നെ വിളിച്ചുകൊണ്ട് ചികിത്സിച്ചു. ആർക്കും അത് സുഖപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ 4000-ഓളം പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പ്രമുഖനാകുന്ന പണ്ഡിതൻ അദ്ദേഹത്തെ സ്വകാര്യമായി കൊണ്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ളതാകുന്ന അസുഖം സുഖപ്പെടാൻ ഞാനൊരു നിർദ്ദേശം ചെയ്യാമെന്ന് പറഞ്ഞു സ്വകാര്യമായി വിളിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ വല്ലതും മനസ്സിൽ കരുതിയിട്ടുണ്ടോ? ഈ കഅബാലയത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞു, ഞാൻ രഹസ്യമായി ആരും അറിഞ്ഞിട്ടില്ല എങ്കിലും എൻ്റെ മനസ്സിൽ ആ ധിക്കാരം കാണിച്ചതാകുന്ന കഅബാലയത്തിൻ്റെ ആൾക്കാരെ അവരോട് ഉള്ളതാകുന്ന ദേഷ്യം കൊണ്ട് ആ കഅബാലയം പൊളിച്ചു കളയാൻ വേണ്ടിയും അതുപോലെ തന്നെ അവിടുത്തേതായ എല്ലാ വീടുകളും പൊളിച്ചു കളയുവാൻ വേണ്ടിയും ഞാൻ മനസ്സിൽ കരുതിയിരുന്നു. എന്നാൽ ആ കരുത്തിന് നിങ്ങൾ പാശ്ചാത്താപിച്ച് മടങ്ങുക, ഞാൻ അതിന് തൗബ ചെയ്യുന്നു, പാശ്ചാത്താപിക്കുന്നു എന്ന് നിങ്ങൾ പറയുക എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ശേഷം അദ്ദേഹം അത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ രോഗം സുഖപ്പെടുകയും ചെയ്തു. തുടർന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. തുബൈ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് മദീനയിലൂടെ സഞ്ചരിച്ചു. മദീനയിലെത്തിയതാകുന്ന സന്ദർഭത്തിൽ യസ്രിബിലെത്തിയപ്പോൾ അവിടെ ആ പണ്ഡിതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ പുറപ്പെടുകയില്ല, നിങ്ങളോട് കൂടെ നിങ്ങൾ യമനിലേക്ക് പോകുക, ഞങ്ങൾ ഈ യസ്രിബിൽ താമസിക്കും എന്ന് പറഞ്ഞപ്പോൾ മന്ത്രിയോട് ചോദിച്ചു, എന്താണ് അവരങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം? അപ്പൊ അവർ പറഞ്ഞു, ഇവിടെ അവസാനത്തെ നബിയാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ആ സ്ഥലത്ത് ഞങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളോ അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ രാജാവ് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇവിടെ താമസിക്കുക, നിങ്ങൾക്ക് ഞാൻ അവരിൽപ്പെട്ട 400 പണ്ഡിതന്മാരാണ് അവിടെ താമസിക്കാൻ തീരുമാനിച്ചത്. 400 വീടുകളുണ്ടാക്കി, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീടുകളുണ്ടാക്കി. ആ വീട് അതിൻ്റെ ചാവി ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് തുബൈ രാജാവ് യമനിലേക്ക് യാത്ര പോയി. അത് മുതൽക്കുള്ള 1000 വർഷങ്ങൾ എത്തിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യസ്രിബിലേക്ക് ഹിജറ വന്നത്. ആ ഒട്ടകം ഒത്തുവാൻ പല സ്ഥലങ്ങളിലും ആ അൻസാരികളാകുന്ന ആൾക്കാർ വീടാന്തരം മർഹബ മർഹബ എന്ന ബൈത്തുകൾ ചൊല്ലി സ്വീകരിച്ചപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയില്ല. നിങ്ങൾ അതിനെ വിടൂ, അതിൻ്റെ സ്ഥലമെത്തിയാൽ അത് മുട്ടുകുത്തുന്നതാണെന്ന് പറയുകയും ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു സ്വഹാബി, ആ സഹാബിയുടെ വീട്ടിൻ്റെ മുറ്റത്താണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയത്. അങ്ങനെ അതാണ് സംഭവമെങ്കിൽ അത് എത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് വരുമെന്നുള്ളതായ മുന്നറിയിപ്പ് ലോകത്തിന് നൽകിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കടന്നു വന്നത്. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖനബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. മഹാന മുഹമ്മദ് ബുസൂരി റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഫഖന്നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. നബിമാരെക്കാൾ എല്ലാം തന്നെ എല്ലാ അമ്പിയാക്കന്മാരെക്കാളും അല്ലാഹുവിന്റെ റസൂല് സ്വഭാവത്തിലും സൃഷ്ടിപ്പിലും എല്ലാം തന്നെ മേലെയായിരിക്കുന്നു. ഇൽമിലോ കറമിലോ ബഹുമാനപ്പെട്ടതായ നബിയോട് അവരടുത്തിട്ട് പോലുമില്ല. വൽ ഹബീബുല്ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി. ആ നബിയെ ശഫാഅത്ത് ചെയ്യുവാൻ വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. വൽ ഹബീബുല്ലദീ തുർജാ ശഫാഅത്തുഹു, ആ നബിയെ ശഫാഅത്ത് ചെയ്തുകൊണ്ട് ദുആ ഇറക്കുവാൻ അവിടുത്തേതാകുന്ന ശഫാഅത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ദുആ ഇറക്കുവാൻ വേണ്ടിയാണ് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നാം എല്ലാവരും തന്നെ ഉദ്ദേശിക്കുന്നതാണ്. റബീഉൽ അവ്വലിലാകുന്ന മൗലിദിലൂടെ നാം ഓരോരുത്തരും പാടിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും മഹാനാകുന്ന റസൂലുള്ളാഹിയുടെ മൗലിദ് നാം കഴിക്കുന്നത്. ആ ഷഫാഅത്ത് നാം ഓരോരുത്തരും ചോദിക്കുന്നു.
ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇൻ വഅയാ സയ്യിദി ഖൈറൻ നബി. മൗലിദിനെ വിമർശിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. മഹാനായ നബി തങ്ങളുടെ മൗലിദിനെ വിമർശിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. ഈ മൗലിദ് വിമർശിക്കപ്പെടേണ്ടതായ എന്ത് കാര്യമാണ് അതിലുള്ളത് എന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് നാം ഓരോരുത്തരും വിമർശിക്കണം. എന്താണ് അത്? നബി തങ്ങളെ പ്രശംസിക്കലാണ്. ലോകത്തിന്റെ കാരണക്കാരനാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയല്ലാതെ മറ്റാരെയാണ് പ്രശംസിക്കാൻ അർഹനാകുന്നത്? ആ നബി തങ്ങളെയല്ലേ നാം ഓരോരുത്തരും ശഫാഅത്ത് തങ്ങൾ തവസ്സുലായിക്കൊണ്ട് ദുആ ഇറക്കേണ്ടത്? അവിടുത്തെ ശഫാഅത്ത് നമുക്ക് ലഭിക്കുന്നതാണ് എന്നുള്ള പ്രതീക്ഷയിലല്ലേ നാം ഓരോരുത്തരും മൗലിദ് ഓതുന്നത്? പിന്നെ എവിടെയാണ് അവിടെ തെറ്റ് വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സലാത്ത് ചൊല്ലിയാൽ എത്രയാണ് നമുക്ക് പ്രതിഫലം? ആ സലാത്തല്ലേ ഈ റബീഉൽ അവ്വൽ മൗലിദിലൂടെ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. സലാവത്തി അലൻ നബി വസ്സലാമി, അതുപോലെ സലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. വിവിധങ്ങളാകുന്ന മൗലിദിന്റെ ഇരടികളാണ് മൗലിദിലൂടെയായിക്കൊണ്ട് നാം ഓരോരുത്തരും ഓതിക്കൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളുടെ മേൽ സലാത്താണത്. ആ സലാത്തിന്റെ പ്രതിഫലത്തെ പറ്റി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സല്ലാ അലയ്യ ഹീന യുസ്ബിഹു അശ്റാ, 10 സലാത്ത് രാവിലെ വല്ലവരുത്തനും ചൊല്ലിയാൽ, അതുപോലെ വഹീന യുംസി അശ്റാ, വൈകുന്നേരം 10 സലാത്ത് വല്ലവരുത്തും ചൊല്ലിയാൽ അദ്റകതു ശഫാഅത്തി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്റെ ശഫാഅത്ത് ആ സലാത്ത് ചൊല്ലിയവർക്ക് വാജിബായിരിക്കുന്നു, നിർബന്ധമായി ലഭിച്ചിരിക്കുന്നു എന്ന് തബറാനി റിവായത്ത് ചെയ്തതായ ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ്. അസ്സലാത്തു അലയ്യ നൂറു യൗമൽ ഖിയാമ, സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുവാൻ വേണ്ടിയിട്ട് നാം എല്ലാം മഹ്ശറയിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ അസ്സലാത്തു അലയ്യ, ആ സലാത്ത് നബി തങ്ങളുടെ മേൽ ചൊല്ലിയതാകുന്ന സലാത്ത് നൂറുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു പ്രകാശമായിക്കൊണ്ട് കാത്തു നിൽക്കുന്നതാണ്. എവിടെ? സിറാത്ത് പാലത്തിന്റെ ഇരുളിന്റെ പ്രകാശിപ്പിക്കുന്നതായ നിലക്ക്, സിറാത്ത് പാലത്തിന്റെ ഇരുളിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മോട് സിറാത്തിലൂടെ കടക്കുവാനുള്ളതാകുന്ന മാർഗം തെളിയിച്ചു കൊണ്ടുള്ളതാകുന്ന ഒരു ഇരുളിലൂടെ തപ്പിക്കൊണ്ട് നടക്കുന്നതാകുന്ന ആൾക്കാർക്ക് പ്രകാശമുണ്ടായാൽ നടന്നു പോകാൻ സാധിക്കുമല്ലോ. അപ്പോൾ ആ സിറാത്തിലൂടെ കടക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് സ്വലാത്ത് എന്ന് തബറാനി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. എന്നിട്ട് ഫാഖ്സിറൂ മിനസ് സ്വലാത്തി അലയ്യ, നബി തങ്ങൾ പറയുകയും ചെയ്തു, എന്റെ മേൽ നിങ്ങൾ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക, ആയതിനാൽ നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാടി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ തവസ്സുൽ ചെയ്യാൻ പാടില്ല, ആ തവസ്സുൽ ചെയ്തുകൊണ്ട് ദ്വാരക്കാൻ പാടില്ല എന്ന് പറയുന്നതാകുന്ന മനുഷ്യരോട് നമുക്ക് ഓരോരുത്തരും ചോദിക്കാം. ഒരു കണ്ണ് കാണാത്തതാകുന്ന മനുഷ്യൻ മഹാനായ റസൂലുള്ളാഹി തങ്ങളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ, എൻ്റെ കണ്ണിന്റെ കാഴ്ച ഒന്ന് തിരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു, തങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്ന് ദുആയിരക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ ഒതു എടുത്തുകൊണ്ട് ഇവിടെ വരിക. അങ്ങനെ മഹാനാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ആ മനുഷ്യൻ, കണ്ണ് കാണാത്ത മനുഷ്യൻ ഒതു എടുത്തുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവസ്സു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മതി യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ഫീ ഹാജതി എന്ന് പറഞ്ഞുകൊണ്ട് ദുആയിരക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ദുആയിൽ എന്താ ഉള്ളത്? ഇന്നി അസ്അലുക വ അതവസ്സു ഇലൈക ബിനബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി അസ്അലുക, നബിയെ തങ്ങളോട് ഞാൻ ചോദിക്കുന്നു, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, വ അതവസ്സു ഇലൈക, അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ തവസ്സുലായി കൊണ്ട് ദുആ ചെയ്യുന്നു, ബിനബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നിന്റെ റസൂലാകുന്ന നബിയാകുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട്, നബിയ്യിർ റഹ്മത്തി, റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നബിയാകുന്ന മുഹമ്മദ് നബിയെ കൊണ്ട് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു, തവസ്സുലായി കൊണ്ട് ആവശ്യപ്പെടുന്നു എന്ന് ദുആയിരക്കാൻ വേണ്ടിയിട്ട് ആ കണ്ണ് കാണാത്ത മനുഷ്യനോട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയും ആ മനുഷ്യൻ അതേ പ്രകാരത്തിൽ ഇരുന്നു കൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ദുആരക്കുകയും ചെയ്തു. അങ്ങനെ ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച മരണം വരെ നഷ്ടപ്പെടാത്ത രീതിയിലുള്ളതാകുന്ന കാഴ്ച അത് മുഖേന തിരിച്ചു കിട്ടുകയും ചെയ്തതാകുന്ന സംഭവം നസായി റിവായത്ത് ചെയ്യുന്നു. അതുപോലെ തന്നെ ബൈഹഖി റിവായത്ത് ചെയ്യുന്നു. സഹിയാകുന്ന ഹദീസുകളിലാണുള്ളത്. ഈ ഒരു കാര്യം തന്നെ, ഈ ഒരു ഒറ്റ സംഭവം കൊണ്ട് തന്നെ നമുക്ക് നബിതങ്ങളെ തവസ്സുലായിക്കൊണ്ട് ദുആ ചെയ്യാം. ഒട്ടനവധി അതുപോലത്തായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടുത്തെ ശഫാഅത്ത് ചെയ്തുകൊണ്ട് ദുആരക്കുകയും എല്ലാം തന്നെ ശഫാഅത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് ദുആരക്കുകയും ചെയ്യുന്നതായ അവസരമാണ് ഈ റബീഉൽ അവ്വലിന്റെ ഓരോ ദിനരാത്രികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി തങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും അവിടുത്തതാകുന്ന കീർത്തനങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ പാടിപ്പുകയത്തിക്കൊണ്ട് അനുധാവനം ചെയ്യുകയും ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയതായ മാതാപിതാക്കൻ, ഗുരുനാഥന്മാർ, സഹോദരന്മാർ, നമ്മുടെ മശായിഖന്മാർ എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ടതാകുന്ന സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങളെല്ലാം അല്ലാഹു ശിഫിയാക്കി തെരുമാറാവട്ടെ. എല്ലാ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ചൊരിഞ്ഞു തെരുമാറാവട്ടെ. ഈ റബീഉൽ അവ്വലിന്റെ ബറക്കത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നീ നൽകണേ നാഥാ എന്ന് ദുആയിരുന്നുകൊണ്ട് ഞാനിതാ ഈ ആശംസാ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.